ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് തൊലി കളയാതെ കഴിക്കാൻ പറ്റുന്ന 10 പഴങ്ങൾ. ചില പഴങ്ങളുടെ തൊലി കളയുന്നതോടെ പ്രധാനപ്പെട്ട പോഷക ഗുണങ്ങളും നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷ്യ സുരക്ഷയെ കരുതി അവയുടെ തൊലി നാം നീക്കം ചെയ്യാറുണ്ട്. അത്തരത്തിൽ തൊലി കളയാതെ തന്നെ കഴിക്കാവുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പഴമാണ് ആപ്പിൾ. ആപ്പിളിന്റെ തൊലിയിൽ നാരുകൾ, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ആപ്പിൾ തൊലി കളയാതെ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗുണം ചെയ്യും. അടുത്ത പഴമാണ് പേരയ്ക്ക. പേരയ്ക്കയുടെ തൊലിയിലും നാരുകൾ, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പേരയ്ക്കയും തൊലി കളയാതെ കഴിക്കുന്നതാണ് ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നല്ലത്. അടുത്ത പഴമാണ് പ്ലം. പ്ലം പഴത്തിന്റെ തൊലിയിൽ നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവയും തൊലിയോടെ തന്നെ കഴിക്കാം. അടുത്ത പഴമാണ് കിവി. കിവിയുടെ തൊലിയിലും വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ കിവിയും തൊലിയോടെ തന്നെ കഴിക്കാം. അടുത്ത പഴമാണ് പീച്ച്. പീച്ച് പഴത്തിന്റെ തൊലിയിലും ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അടുത്ത പഴമാണ് ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടിന്റെ തൊലിയിൽ വിറ്റാമിൻ എ, സി, നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അടുത്ത പഴമാണ് മാമ്പഴം. മാങ്ങയുടെ തൊലിയിൽ വിറ്റാമിൻ സിയും നാരുകളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മാമ്പഴവും തൊലിയോടെ കഴിക്കുന്നതാണ് ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നല്ലതാണ്. അടുത്ത പഴമാണ് ചെറി. ചെറിയുടെ തൊലിയിലും വിറ്റാമിനുകളും നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചെറിയും തൊലിയോടെ കഴിക്കാം. അടുത്ത പഴമാണ് മുന്തിരി. ഫൈബർ, വിറ്റാമിൻ സി തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നതിനാൽ മുന്തിരിയും തൊലിയോടെ കഴിക്കാം. അടുത്ത പഴമാണ് ബ്ലൂബെറി. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായതിനാൽ ബ്ലൂബെറിയും തൊലിയോടെ കഴിക്കാം. ഡിസ്ക്ലെയിമർ: ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് മാത്രമുള്ളതാണ്. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. അപ്പോൾ തൊലി കളയാതെ കഴിക്കാനുള്ള പഴങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.